വന്നത് ഇതിനു മുമ്പ് പല ഡിസ്കഷനിലും വന്നതിനേക്കാൾ വ്യത്യസ്തമാണ് എന്ന് കരുതേണ്ടി വരും. ഒരു പരിമിതമായ ലിമിറ്റഡ് വാർ എന്നതിൽ നിന്ന് ഒരു പക്ഷേ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് നീങ്ങിയാൽ പോലും നമ്മുടെ പൗരന്മാരെ പൂർണ്ണമായി സംരക്ഷിക്കുവാനും നമ്മുടെ പാകിസ്ഥാനെ നിർണായകമായി കീഴ്പ്പെടുത്താനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു മുൻകരുതലുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോമ്പിംഗ് ഓപ്പറേഷൻ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ച് മിക്കവാറും ഒരു എസ്കലേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് സ്ട്രാറ്റജിസ്റ്റുകൾ എല്ലാവരും മുന്നോട്ട് വെച്ച വാദം. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ജമ്മു കാശ്മീർ, പാക് ഓക്കുപ്പൈഡ് കാശ്മീരും ഇന്ത്യക്കും ഇടയിലുള്ള ലൈൻ ഓഫ് കൺട്രോൾ കഴിഞ്ഞ് പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ ഗുജറാത്ത് മേഖലയിലുള്ള ഇന്റർനാഷണൽ ബോർഡറിന് ഇരുവശത്തും ഒരു മിസൈൽ ആക്രമണമോ അതല്ലെങ്കിൽ വ്യോമാക്രമണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ പൗരന്മാർക്ക് സുരക്ഷിതമായിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയാണ്. അപ്പൊ അതിനർത്ഥം ഈ അതിർത്തിയിൽ ഉടനീളം ഒരു എസ്കലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് നൽകുന്ന സൂചന. അതോടൊപ്പം എല്ലാ തലത്തിലും ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ എല്ലാം നമ്മൾ സമീപിച്ചു കഴിഞ്ഞു. ADBയോട് പാകിസ്ഥാനുള്ള ലോണ് കൊടുക്കരുത്, അതിൽ നിയന്ത്രണം വേണം എന്ന് നിർമ്മല സീതാരാമൻ ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അത് ടെറർ റിലേറ്റഡ് ഫണ്ടിങ് ആഗോളാടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്ന ഒരു സംഘമാണ്. അതിലെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ 2024 ഒന്ന് മാറ്റി. അപ്പോൾ അവരോടും പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. കാരണം അത് ടെറർ ഫണ്ടിങ്ങില് പല മേഖലയിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുകയും ഇന്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൾ ഭാരതം മുന്നോട്ട് വെച്ചുകൊണ്ട് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. അതോടൊപ്പം നമ്മുടെ സൈന്യവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായി നമ്മളുടെ പൗരന്മാർക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകിക്കൊണ്ടുള്ള വളരെ ക്രിയാത്മകമായിട്ട് നമ്മുടെ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് എന്നാൽ പഹൽഗാമിന് കൃത്യമായി മറുപടി പറയാനുമുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് രാജ്യം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ തയ്യാറെടുപ്പുകൾ ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ നിരന്തരം പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കുകയാണ് അതിർത്തിയിൽ. ഈ ഒരു സാഹചര്യത്തിലായാൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനിക ശക്തിയിലും മറ്റ് സാമ്പത്തിക ശക്തിയിലും പൊതുവെ ദുർബലമായ ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ ഇന്ത്യയുടെ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ നിലവിൽ മുതിരാനുള്ളൊരു സാഹചര്യമുണ്ടോ? അല്ല, അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണക്കുകൂട്ടലുകൾ പ്രാഥമികമായിട്ട് തന്നെ തെറ്റിപ്പോയി. ഒരു പഹൽഗാം ആക്രമണം, അവിടെ 26 മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സൈനിക നീക്കം ഉണ്ടാകുമെന്നും ഒരുപക്ഷെ ഉറിക്ക് ശേഷം പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലും പുൽവാമ ആക്രമണത്തിന് ശേഷം പക്തൂൺഖ പ്രോവിൻസിൽ ബലാക്കോട്ടിൽ ഇന്ത്യ ആക്രമണം നടത്തി. ഇതുപോലെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ തയ്യാറെടുപ്പുകളില്ലാതെ പരിമിതമായ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തും. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ടെററിസത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന രാജ്യമെന്ന നിലയ്ക്ക് അത് അടക്കം ചൂണ്ടിക്കാണിച്ച് ആഗോളാടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ അഭിപ്രായ രൂപീകരണം നടത്താൻ സാധിക്കുമെന്നുള്ളതൊക്കെ ആയിരിക്കാം കരുതിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള റെസ്ട്രെയിൻസ്, അത് ആ സ്ട്രാറ്റജിക് റെസ്ട്രെയിൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി തുടങ്ങി പാകിസ്ഥാനുമായിട്ട് എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളിൽ സമഗ്ര വിച്ഛേദനം പടിപടിയായും ക്രമീകൃതമായും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. സാമ്പത്തിക തലത്തിലും ജലവിതരണത്തിന്റെ തലത്തിൽ, പോസ്റ്റൽ, അതുപോലെ വ്യോമഗതാഗതം, കടല് തുടങ്ങിയ എല്ലാ മേഖലയിലും സമഗ്രമായ വിച്ഛേദനം പാകിസ്ഥാനുമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം അതിർത്തിയിൽ ഉടനീളം കൃത്യമായ പരിശീലനവും അതുപോലെ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് വളരെ പെട്ടെന്ന് പോയി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി തിരിച്ചു പോരുക എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന ടെററിസത്തെ ഉന്മൂലനം ചെയ്യാനും
പാക് ഒക്കുപ്പൈഡ് കാശ്മീർ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻകേർഷന് ഒരു അവസാനം കാണണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.